യുഎഇയിലേക്ക് വീണ്ടും ഇറാന്റെ മിസൈൽ ആക്രമണ ശ്രമം. രണ്ടാം ദിവസവും ആക്രമണം സ്ഥിരീകരിച്ച് യുഎഇ ദേശീയ ദുരന്ത നിവാരണ സമിതി. ദുബായിൽ നിന്ന് മുഹമ്മദ് റഹീസ് ടെലിഫോൺ ലൈനിൽ ചേരുന്നു. റഹീസ്, വിവരങ്ങൾ പറയൂ. അല്പം മുൻപാണ്, ഏതാണ്ട് ഒരു 15 മിനിറ്റ് മുൻപാണ് ഇത്തരത്തിൽ ഇറാൻ വീണ്ടും ആക്രമണം നടത്തിയതായിട്ടുള്ള സ്ഥിരീകരണം വരുന്നത്. ഇന്നലെയും ഏതാണ്ട് ഇതേ സമയത്തായിരുന്നു ഇറാനിൽ നിന്ന് യുഎഇ ആക്രമണം നേരിട്ടത്. അത് പ്രധാനമായിട്ടും ഫുജൈറയിലെ ഓയിൽ ഇൻഡസ്ട്രിയൽ സോൺ ലക്ഷ്യമിട്ടുള്ള ആക്രമണമായിരുന്നു. ഇപ്പോൾ എന്തായാലും ദുബായിലല്ല അലേർട്ട് വന്നിരിക്കുന്നത്, ചില അബുദാബിയിൽ ആണ് അലേർട്ട് വന്നത് എന്ന് പറയുന്നുണ്ട്. ഒപ്പം തന്നെ റാസൽ ഖൈമയിലും ഇത്തരത്തിൽ അലേർട്ട് ലഭിച്ചതായി പറയപ്പെടുന്നുണ്ട്. പക്ഷേ ദുബായ്, ഷാർജ മേഖലകളെ നോക്കുകയാണെങ്കിൽ അവിടേക്ക് ഒരു അലേർട്ട് ഇതുവരെയും ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ റാസൽ ഖൈമയിലോ അല്ലെങ്കിൽ ഈ തൊട്ടടുത്ത സ്ഥലങ്ങളിലോ ആയിരിക്കും ആക്രമണം ഉണ്ടാകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഉഗ്ര സ്ഫോടന ശബ്ദങ്ങൾ കേൾക്കുന്നതായി പലരും അറിയിക്കുന്നുണ്ട്. അത്തരത്തിൽ ശബ്ദങ്ങൾ കേൾക്കുന്നതായി ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അത് ഈ ഡ്രോണുകളും ഒപ്പം തന്നെ മിസൈലുകളും ഒക്കെ ഇന്റർസെപ്റ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ശബ്ദങ്ങൾ കേൾക്കുന്നത് എന്നുള്ള വിശദീകരണമാണ് ഇപ്പോൾ വരുന്നത്. എന്തായാലും ഇപ്പോഴും അലേർട്ടിൽ തന്നെയാണ്. അലേർട്ട് ഇതുവരെയും പിൻവലിച്ചിട്ടില്ല. 15 മിനിറ്റായി അലേർട്ട് തുടരുകയാണ്. ഇന്നലെ വൈകിട്ടും ഏതാണ്ട് ഇതേ സമയത്തോടു കൂടി ആക്രമണം തുടങ്ങിയിരുന്നു. അതിന് പിന്നാലെ യുഎഇ ശക്തമായി ഇറാന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. അതായത്, നിങ്ങൾ കരുതുന്നത് പോലെയല്ല, ഞങ്ങൾ എപ്പോഴും തയ്യാറെടുത്ത് തന്നെ ഇരിക്കുകയാണ്. ആക്രമണം നടത്തി തങ്ങളെ തോൽപ്പിക്കാൻ കഴിയും, അല്ലെങ്കിൽ ഈ ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ അല്ലെങ്കിൽ പ്രഷർ ചെയ്യാൻ ഇറാന് കഴിയും എന്നുള്ളത് നിങ്ങൾ കരുതേണ്ട എന്നുള്ള തരത്തിലാണ് യുഎഇ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ 2 ദിവസമായി ഈ വെടിനിർത്തലിന് ശേഷം 50 ദിവസം നീണ്ടുനിന്ന ഈ യുദ്ധം, അതിനുശേഷം ഇത്രയും ദിവസം വെടിനിർത്തൽ പ്രഖ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ആക്രമണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അത് കൈവിട്ടു പോകുന്നു എന്നുള്ള സൂചനയാണ് ഇന്നലെ വൈകിട്ടോടുകൂടി തുടങ്ങിയിരിക്കുന്നത്. കാര്യമായ ഒരു ആക്രമണം ഇന്ന് രാവിലെ ഉണ്ടാകുമെന്ന് ചിലർ വിലയിരുത്തിയിരുന്നു. പക്ഷേ ആ നിലയ്ക്ക് കാര്യങ്ങൾ പോയില്ല. ഇന്ന് വൈകിട്ടോട് കൂടി വീണ്ടും ആക്രമണം ഉണ്ടാകുമ്പോൾ ഏത് തരത്തിലുള്ള പ്രകോപനമാണ് ഇപ്പോൾ ഇറാൻ ഉണ്ടായത് എന്നുകൂടി മനസ്സിലാക്കേണ്ടി വരും. ഇന്നലെ ഈ ഹോർമുസ് കടലിടുക്ക് ഏതാണ്ട് തങ്ങൾ പിടിച്ചുവെക്കാൻ, തങ്ങളുടെ അധീനതയിലാക്കാൻ പോകുന്നു, അല്ലെങ്കിൽ അവിടുത്തെ ചരക്ക് ഗതാഗതമൊക്കെ പൂർവ്വസ്ഥിതിയിലാക്കാനായി അമേരിക്ക കൃത്യമായി ഇടപെടുമെന്നും അമേരിക്ക ഒരു റൂട്ട് ഉണ്ടാക്കുമെന്നും സേഫ് റൂട്ടിലൂടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്നും അറിയിച്ചതിന് പിന്നാലെ ആ പ്രകോപനത്തിന് ശേഷമായിരുന്നു ഒപ്പം തന്നെ ഒരു കപ്പൽ കടത്താൻ ശ്രമിച്ചതിനുമൊക്കെ ശേഷമായിരുന്നു ഇറാൻ ആക്രമിച്ചതെങ്കിൽ ഇന്ന് എന്താണ് ഹോർമുസിൽ ഇപ്പോൾ സംഭവിക്കുന്നത് എന്നുള്ളതും വളരെ നിർണായകമാകും. എന്തായാലും ഒരു തുടർച്ചയായിട്ടുള്ള ആക്രമണം ഉണ്ടാകില്ല എന്നുള്ള വിലയിരുത്തൽ തന്നെയാണ് യുഎഇ മാധ്യമങ്ങൾ, ഒപ്പം തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെയും നടത്തുന്നത്. അങ്ങനത്തെ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇന്ന് അമേരിക്ക അവരുടെ നിലപാടുകളിൽ മയപ്പെടുന്ന തരത്തിലുള്ള വീക്ഷണങ്ങളൊക്കെയും പലരും മുന്നോട്ട് വെച്ചിരുന്നു. പലരുടെയും വാക്കുകൾ അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ വൈകിട്ടോടുകൂടി കാര്യങ്ങൾ മാറുന്നു എന്ന് ആശങ്കപ്പെടേണ്ടിയിരിക്കുന്നു. എന്തായാലും നിലവിൽ റാസൽ ഖൈമ കേന്ദ്രീകരിച്ച് ആകാം ആക്രമണം എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ദുബായിയും ഒപ്പം തന്നെ അജ്മാൻ, ഷാർജ പോലെയുള്ള ഇടങ്ങളിൽ ഇതുവരെ അലേർട്ട് ഉണ്ടായിട്ടില്ല. മുഹമ്മദ് റഹീസാണ് വിവരങ്ങൾ നൽകിയത്. യുഎഇയിൽ ഇറാന്റെ മിസൈൽ ആക്രമണം വീണ്ടും തുടർച്ചയായ 2ാം ദിവസവും മിസൈൽ ആക്രമണം ഉണ്ടായിരിക്കുന്നു. സ്ഫോടന ശബ്ദം കേട്ടു എന്നതാണ് അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.